നമസ്കാരം. ഞാൻ സാജൻ, ചക്കരയമ്മ സാജൻ. ഇടയ്ക്ക് ചില ഗ്യാപ്പുകളൊക്കെ വരുന്നുണ്ട്, അത് സ്വാഭാവികം. യാത്രയിലായിരുന്നു. നമ്മുടെ പത്തനാപുരത്ത് ഡോക്ടർ സോമരാജൻ സാർ നടത്തുന്ന ഒരു ഗാന്ധി ഭവനുണ്ട്. അവിടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ പോകാറുണ്ട്. പോകുന്നത് വെച്ചാൽ ഒരു മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ അവിടുത്തെ അന്തേവാസികൾ പലരും അശരണരാണ്. മക്കൾ ഉപേക്ഷിച്ചവരുണ്ട്, പ്രായാധിക്യം ബാധിച്ചവരുണ്ട്, അസുഖം ബാധിച്ചവരുണ്ട്, പല ദേശക്കാരുണ്ട്, ഭാഷക്കാരുണ്ട്. പല പല ആൾക്കാരെ നമ്മൾ കാണുമ്പം നമ്മൾ ഈ ആർഭാടവും അർമാദവും ജീവിതവും ഒക്കെ എന്തിനൊക്കെയാണെന്ന് തോന്നിപ്പോവും. നമ്മുടെ ദേഹത്ത് എന്തെങ്കിലും അസ്വാസ്ഥ്യം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കണ്ട് പരിചരിക്കാം. മനസ്സിന് ചില വിങ്ങലുകളുണ്ടാവും. ആ വിങ്ങലുകൾ മാറ്റാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ മാറി മാറി സന്ദർശിക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെ ജീവിതം ഒരു അർത്ഥശൂന്യമാണെന്ന് തോന്നും. ഡോക്ടർ സോമരാജൻ സാറിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ അദ്ദേഹം ഈ പ്രവൃത്തി ചെയ്യുമ്പോൾ നമുക്കൊരു അത്ഭുതം തോന്നും. ഒരു മനുഷ്യസ്നേഹി എന്ന് പറഞ്ഞാൽ നമുക്കത് ചിന്തിക്കാൻ പോലും വയ്യാത്ത ഒരു രീതി. അദ്ദേഹത്തിൻ്റെ ചിരി കണ്ടാൽ തന്നെ നമ്മുടെ മനസ്സിന് ഭയങ്കര ആശ്വാസമാണ്. അദ്ദേഹം അവിടെ ഒരു മഹാരഥന്മാരുടെ ഫോട്ടോകളൊക്കെ വെച്ചിട്ടുണ്ട്. എല്ലാം ചുറ്റും കാണിച്ചു. നമ്മുടെ മുൻ പ്രസിഡന്റ് അബ്ദുൽ കലാം അദ്ദേഹം സാറിൻ്റെ അവിടെ വന്നതും എന്തിന് രാഷ്ട്രീയത്തിലും പിന്നെ എല്ലാ തുറകളിലുള്ള വലിയ വലിയ ആൾക്കാരെല്ലാം അവിടെ സന്ദർശിച്ചിട്ടുണ്ട്, ഇപ്പോഴും സന്ദർശിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ എടുത്തു പറയാവുന്ന സംഭവം എന്ന് വെച്ചാൽ അദ്ദേഹം ഞങ്ങളെ കൂട്ടിക്കൊണ്ട് അടുത്ത ഒരു ബിൽഡിങ്ങിലേക്ക് പോയി, ഒരു വലിയ ബിൽഡിങ്. അദ്ദേഹം പറയുന്നു, ഇത് നമ്മുടെ മഹാനായ ഉദാരമതിയായ കാരുണ്യവാനായ യൂസുഫ് അലി സാഹിബിൻ്റെ സംഭാവനയാണെന്ന്. ഞാനത് കേട്ടിട്ടുണ്ട്, ആദ്യം പോയപ്പോൾ കേട്ടിട്ടുണ്ട്. അന്ന് ഈ ബിൽഡിംഗ് കണ്ടിരുന്നില്ല. അദ്ദേഹം ആദ്യം 12 കോടി രൂപയാണ് അവിടെ അമ്മമാർക്ക് താമസിക്കാൻ വേണ്ടി ഒരു ബഹുനില നിലം പണിയാൻ വേണ്ടി സംഭാവന നൽകിയത്. പിന്നീട് 3 കോടി വർദ്ധിച്ചു, 15 കോടി എത്തി. ആ ബിൽഡിങ്ങിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹം എത്തി. അപ്പോൾ അദ്ദേഹത്തിനോടുള്ള സ്നേഹാദരത്തിനായി ഇദ്ദേഹം യൂസുഫ് അലി സാഹിബിൻ്റെ ഫോട്ടോ അവിടെ വെച്ചിരുന്നു. യൂസുഫ് അലി സാഹിബ് പറഞ്ഞു, വേണ്ട, എൻ്റെ ഫോട്ടോ വെക്കണ്ട, കാരണം നമ്മുടെ പ്രാർത്ഥന. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഡോക്ടർ സോമരാജൻ സാർ പറഞ്ഞു, ഞങ്ങൾക്ക് എന്നും കാണാൻ വേണ്ടിയിട്ടും എല്ലാവർക്കും സന്തോഷത്തിന് വേണ്ടി വെച്ചതാണ്. വേണ്ട, അത് വേണ്ട, കാരണം നമ്മുടെ പ്രാർത്ഥനയും സന്തോഷം എല്ലാം ദൈവത്തിന്, അതിലേക്ക് സമർപ്പിക്കുക, ബാക്കിയൊക്കെ ദൈവം തരും. ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ, എനിക്കിപ്പം ഇത്രയും കൊടുക്കാൻ സാധിച്ചത് തന്നെ അത് ദൈവനിശ്ചയമാണ്. അദ്ദേഹം തരുന്നു, ഒരു വിഹിതം ഞാൻ കൊടുക്കുന്നു. അദ്ദേഹം പറയുന്നത് മുസ്ലിം മതത്തിൽ ഇത്രയും പണം ഉണ്ടെങ്കിൽ ഇത്ര രൂപ സക്കാത്ത് കൊടുക്കണമെന്നുണ്ട്. അത് മുസ്ലിമിൽ പ്രവാചക തിരുമേനി പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് നമ്മുടെ ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം അതിലുപരി അദ്ദേഹത്തിന് സമ്പാദ്യം വരുന്നു. അദ്ദേഹം ഒരു വിഹിതം ഇങ്ങനെ കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നു. ഇവിടെ മാത്രമല്ല, പല സ്ഥലങ്ങളിലും പല ആപത്തുകളിലും നമ്മുടെ കൊറോണ വന്ന കാലത്തും ഒക്കെ പുള്ളിക്കാരൻ ആവശ്യം പോലെ സംഭാവനകൾ നൽകുന്നു. അദ്ദേഹത്തിന് ഒട്ടും മടിയില്ല. അദ്ദേഹത്തിന് പറയുന്നത് വെച്ചാൽ നമ്മളാ കഴിയുന്നത് അശരണരായ ആൾക്കാർ കൊടുത്താൽ ദൈവം നമുക്ക് തന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അത് നമുക്ക് സത്യം പറഞ്ഞാൽ ഇതെല്ലാം അദ്ദേഹം പറയുമ്പോൾ ഉണ്ടല്ലോ, വളരെ വാചാലവുമാണ് ഡോക്ടർ സോമരാജൻ സാർ. എന്നിട്ട് ഈയിടെ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞത് അടുത്തത് ഇതിപ്പോൾ അമ്മമാർക്ക് വേണ്ടിയുള്ള ബിൽഡിംഗ് ആണല്ലോ, ഇനി പുരുഷന്മാർക്ക് അച്ഛന്മാർക്ക് വേണ്ടിയിട്ട് അടുത്ത ബിൽഡിങ്ങിന് വേണ്ടി പുള്ളി 12 കോടിയോ 15 കോടിയോ മറ്റോ വീട്ടിൽ സംഭാവന നൽകി. അതൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത് തീർച്ചയായിട്ടും ഇതെല്ലാം ഈ നദികൾ ചെന്ന് പുഴയിൽ നിന്ന് കായലിലേക്ക് നിന്ന് കടലിലേക്ക് എന്ന് പറയുന്നത് പോലെ ഇതെല്ലാം ഈ പ്രാർത്ഥനയൊക്കെ ചെന്ന് കിട്ടുന്ന ആർക്കാണ്? ഈ ഉദാരമതികൾക്കാണ്. യൂസുഫ് അലി സാഹിബിനും സോമരാജൻ സാറിനും ഒക്കെ തന്നെയാണ്, അതിൽ സംശയമില്ല. നമ്മുടെ പ്രാർത്ഥന നമ്മൾ അറിയാതെ പ്രാർത്ഥിക്കുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ സാധാരണ ദേവാലയങ്ങളിൽ ഇപ്പോൾ പ്രാർത്ഥിച്ചിട്ട് നമ്മൾ സെൽഫിഷാണല്ലോ, ദൈവമേ എനിക്ക് അത് തരണേ ഇത് തരണേ എന്നുള്ള ഇല്ലായ്മയാണല്ലോ പറയുന്നത്. ഇങ്ങനെയുള്ള സംഭാവനകളാണ്, ഇങ്ങനെയുള്ള ഉദാരമതികളിൽ ചെയ്യുന്ന പ്രവൃത്തികളാണ് ദൈവം നേരിട്ട് കേൾക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ ഒട്ടും സംശയമില്ല. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബിൽ കണ്ടതാണ്, അതോ ഫേസ്ബുക്കിൽ കണ്ടതാണോ, ഒരു സായിപ്പ്, അദ്ദേഹം കോടീശ്വരനാണ്, മില്യണർ എന്ന് പറയാം, അത്ര വലിയ കോടീശ്വരനാണ്. അദ്ദേഹം ഒറക്കിൾ എന്ന സ്ഥാപനത്തിൽ US ജോലി ചെയ്യുന്ന 23 വയസ്സുകാരനായ ഒരു ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു വൈസ് പ്രസിഡൻ്റാണ്. അദ്ദേഹത്തിൻ്റെ പേര്
മാർക്ക് ബെന്യോഫ് എന്നാണ്. ഈ ബെന്യോഫ് അദ്ദേഹത്തിന് ചെറുപ്പത്തിൽ 23 വയസ്സിൽ തന്നെ മില്യണറായി. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ അറ്റാദായം തന്നെ 15 കോടി ബില്യൺ മറ്റോ ആണെന്നാണ് ഞാൻ വായിച്ചത് ഓർമ്മ. ആ വായിച്ചതല്ല, ഞാൻ യൂട്യൂബിൽ കണ്ടതാണ്, ഒരു നല്ലൊരു യൂട്യൂബർ ഇട്ടതാണത്. അതെനിക്ക് ഇപ്രാവശ്യം ഇത് കാണുമ്പോഴാണ് എനിക്ക് പറയാൻ തോന്നിയത്. അദ്ദേഹത്തിന് ഇത്രയും സമ്പാദ്യവും ഉറക്കുള്ള ജോലിയൊക്കെ ഉണ്ടെങ്കിലും ഫെറാറി കാറിലൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ യാത്രയും എല്ലാം ഉണ്ട്. അദ്ദേഹം പക്ഷേ എന്തോ ഒരു ശൂന്യത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അനുഭവപ്പെട്ടത്രേ. ഇത്രയ്ക്ക് സമ്പാദ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഉണ്ടാവും, നമുക്ക് മനസ്സിന് ചില അസ്വസ്ഥതകൾ, അതിന് ചിലപ്പം ഡിപ്രഷൻ എന്ന് പറയാം. എല്ലാം ഉണ്ടായിരിക്കും, സമ്പത്തുണ്ട്, എല്ലാം ഉണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്, യാത്ര ചെയ്യാൻ വാഹനമുണ്ട്, എവരിത്തിങ് ഇസ് ദെയർ. എന്നാലും നമുക്ക് ചില സമയങ്ങളിൽ എന്തോ മനസ്സിൻ്റെ ഭാരം പോലെ തോന്നും. അത് ഇദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം വായിച്ചപ്പോഴത്തേക്ക്, അല്ല ഈ യൂട്യൂബാണ്, പുസ്തകമല്ല യൂട്യൂബ്, ഒരു ഇംഗ്ലീഷ് പത്രത്തിലുണ്ടായിരുന്നു, അത് കോട്ട് ചെയ്തതാണത്, ഞാനതാണ് ഓർത്തെടുത്ത് പറയാൻ കാരണം. അപ്പോൾ അദ്ദേഹം എന്താ വെച്ചാൽ എല്ലാ സമ്പത്തും ഉണ്ടായിട്ടും ഈ ശൂന്യത മാറ്റാനായിട്ട് അദ്ദേഹം ചെയ്തതെന്ന് വെച്ചാൽ, അദ്ദേഹം പല ലോകരാഷ്ട്രങ്ങളിൽ സന്ദർശിച്ചു, പലയിടത്തായിട്ട് സന്ദർശിച്ചു. എന്താണ് ഇതിന് കാരണം പ്രതിവിധി കണ്ടുപിടിക്കണമല്ലോ. ഒടുവിൽ അദ്ദേഹം എന്ത് ചെയ്തു, നമ്മുടെ ഭാരതത്തിൽ, നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്തി. അപ്പോൾ അദ്ദേഹം അറിയാനുണ്ടായി, ഈ കൊച്ചു കേരളത്തിൽ ഒരു ഹഗ്ഗിങ് സൈൻറ്റ്, അതായത് ആശ്ലേഷിക്കുന്ന സന്യാസി, ഹഗ്ഗിങ് സൈൻറ്റ് അദ്ദേഹത്തിന് അറിയാനിടയായി. അങ്ങനെ അദ്ദേഹം നമ്മുടെ കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിക്കടുത്ത് വള്ളിക്കാവെന്നാണ് തോന്നുന്നത്, അവിടെ എത്തി. അത് എത്തിയപ്പോൾ അദ്ദേഹം നേരിട്ട് കാണാനിടയായി. ഈ ഹഗ്ഗിങ് സൈൻറ്റ് ആരാണ്? നമ്മുടെ മാതാ അമൃതാനന്ദമയി അമ്മ. ആയിരങ്ങൾ ക്യൂ നിൽക്കുകയാണ് അമ്മയുടെ ഒരു ദർശനത്തിന്, അമ്മയുടെ ഒരു ആശ്ലേഷത്തിന്. അദ്ദേഹം ക്യൂ നിന്നു, സാധാരണക്കാരിലൊരാളായിട്ട്. അദ്ദേഹത്തിൻ്റെ ഊഴമെത്താറായപ്പം തൊട്ട് മുമ്പിൽ നിന്ന് ആൾ പറയുന്നു, ഒരുപാട് പരാതികൾ പറയുന്നു, എനിക്ക് അതില്ല ഇതില്ല മറ്റെല്ലാം പറയുന്നു. എന്താ ഇപ്പോൾ നമ്മുടെ ഇദ്ദേഹം വിചാരിച്ചു അമ്മയിൽ നിന്ന് എന്തെങ്കിലും പണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും പുള്ളി പറയുന്നതാണ്. പക്ഷേ അമ്മ അദ്ദേഹത്തിൻ്റെ ആശ്ലേഷിച്ചു, കാതിലെന്തോ മന്ത്രിച്ചു. ഇദ്ദേഹത്തിന് ഊഴമെത്തി. അദ്ദേഹത്തിനോട് പറഞ്ഞു, നീ വന്ന സമയം നല്ലതാണ്, വരേണ്ട സമയത്ത് എത്തി. നീ എന്ത് മനസ്സിൽ കരുതുന്നുവോ അത് നടക്കും, തീർച്ചയായിട്ടും നടക്കും, നടക്കാതിരിക്കില്ല. പക്ഷെ ഒന്നുണ്ട്, ഈ അമ്മയുടെ ഉപദേശം അതായിരുന്നു, നിനക്ക് കിട്ടുന്ന സമ്പാദ്യത്തിൽ നല്ലൊരു വിഹിതം കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെയ്യണം. അത് മാത്രമേ ഈ അമ്മ ഉപദേശിച്ചുള്ളൂ. അദ്ദേഹം തിരിച്ചുപോയി, ഉറക്കിൽ നിന്ന് രാജിവെച്ചു. അദ്ദേഹം അമേരിക്കയിൽ സിലിക്കോൺ വാലിയിൽ ഒരു പ്രസ്ഥാനം തുടങ്ങി, വൻ വിജയം. അങ്ങനെ അദ്ദേഹം കിട്ടുന്നതിൽ നല്ലൊരു ഓഹരി അദ്ദേഹം സാധുക്കൾക്കും അശരണർക്കും പല ജാതി മത ഭേദമില്ലാതെ ഇന്നും സംഭാവന കൊടുത്തുകൊണ്ട്, ഇന്നിപ്പോൾ അന്ന് ഞാനിത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന് 58 വയസ്സ്, ഇപ്പോൾ 61 വയസ്സായി കാണും, 3 വർഷമായി അങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തിന് നമ്മുടെ കൊറോണ കാലത്ത് അദ്ദേഹം സ്വന്തം ഹെലികോപ്റ്റർ ചാർട്ട് ചെയ്തു, ചൈനയിൽ നിന്ന് PP കിറ്റൊക്കെ വരുത്തി കൊടുത്തു. അങ്ങനെ കൊടുത്തതിൽ ഒരു വിഹിതം പുള്ളിയാണ് കൊടുത്തത്. അതൊക്കെ ഞാൻ വായിക്കാനിടയായി. ഇംഗ്ലീഷ് പത്രത്തിൽ, ബ്രിട്ടനിലെ പത്രത്തിൽ എന്തിരുന്നു, അദ്ദേഹം പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ ആവാൻ കാരണം ഞാനിങ്ങനെ ഒരു ഹഗ്ഗിങ് സൈനിനെ കണ്ടു, ആ മാതാവിൻ്റെ, ആ മദറിൻ്റെ ഉപദേശമാണ് എന്നെ ഈ രീതിയിൽ എത്തിച്ചത് എന്ന് പറഞ്ഞിട്ട് മാതാ അമൃതാനന്ദമയുടെ ഫോട്ടോ ഇംഗ്ലീഷ് പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അദ്ദേഹം പറയുന്നത് വെച്ചാൽ, എനിക്കിത് തേടി തന്നത്, എന്നെ ഇന്ന് ഈ രീതിയിലാക്കിയത് ഈ അമ്മയുടെ ഉപദേശം തന്നെയാണ്. അപ്പോൾ അതാണ് ഞാൻ ഇപ്രാവശ്യം എടുത്തു പറഞ്ഞത്. ഞാൻ ഈ ഡോക്ടർ സോമരായ സാറിൻ്റെ ഗാന്ധിഭവൻ സന്ദർശിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജിൽ ഈ ക്യാൻസർ സെൻ്ററിൽ, RCC സെൻ്ററിൽ അവിടെ പോയി കാണുമ്പോഴത്തേക്ക് ഓരോ രോഗികളെ കാണുമ്പോൾ നമ്മളെന്താണ്, ഒന്നുമല്ല, എത്ര ലക്ഷങ്ങളോ കോടികളോ ഉണ്ടാക്കിയാലും ഇത് കാണുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സാധുക്കൾക്ക് സംഭാവന ചെയ്യാൻ മടിക്കരുതെന്ന് പറയാനാണ്. അമ്മ സാധാരണ ഒരു കടപ്പുറത്ത്, അതായത് വള്ളിക്കാവ് എന്ന് പറഞ്ഞ ആ സ്ഥലത്ത്, ഒരു കടലോര ഗ്രാമത്തിൽ നിറയെ കേരവൃക്ഷങ്ങളൊക്കെ തിങ്ങി നിറങ്ങുന്ന ഒരു കേരവൃക്ഷങ്ങളുള്ള ഒരു കടലോര ഗ്രാമത്തിൽ അമ്മ ജനിച്ചതാണ്. ജനിച്ചതെന്ന് വെച്ചാൽ അമ്മ സാധാരണ കുടുംബം, 9 മക്കളായിരുന്നു. അതിൽ നാലാമത്തെ പെൺകുട്ടിയാണ് അമ്മ. അതിലൊരു വിശേഷണം പറയുന്നുണ്ട്. അമ്മ ജനിക്കുമ്പോൾ ഒരു ചെറിയ വീടാണ്, ഓലപ്പുരയാണ്. അന്നൊക്കെ ഈ കരുനാഗപ്പള്ളി കടലോര ഗ്രാമങ്ങളിൽ അങ്ങനെയാണ്. അപ്പോൾ അമ്മയുടെ ജനനത്തെക്കുറിച്ചും ആൾക്കാർ പറയുന്നത്, വർഷങ്ങൾക്ക് മുമ്പ് അവിടെ യോഗി, ഒരു സന്യാസി വന്നിരുന്നുവെന്നും ഈ പ്രദേശം ധന്യമാവാൻ ഒരു ജന്മം കൊള്ളുമെന്നും ഭക്തജനങ്ങൾ ഇവിടെ വരുമെന്നും
പറഞ്ഞിട്ട് ആ സന്യാസി അപ്രത്യക്ഷമായത്രേ. അതൊക്കെ എനിക്ക് കേട്ടറിവാണ്. മിക്കവാറും അത് ശരിയാവാനാണ് സാധ്യത. അപ്പോൾ അമ്മ അമ്മയുടെ ജനനം തന്നെ അമ്മയുടെ പേര് ദമയന്തി എന്നാണ്, അച്ഛൻ സുഗുണാനന്ദൻ. അപ്പോൾ അമ്മയുടെ ജനന സമയത്ത് തന്നെ അമ്മയുടെ അമ്മ പ്രസവവേദന അനുഭവിച്ചപ്പോൾ ജോലി കൊണ്ടിരിക്കുകയായിരുന്നു. പ്രസവവേദന അനുഭവിച്ചപ്പോൾ വീട്ടിൽ വന്നു, പ്രസവിച്ചു. ഒരു പ്രസവ വേദനയിലായിരുന്നു. അതിന് മുമ്പ് ഈ അമ്മ പറഞ്ഞിരുന്നു, എൻ്റെ കുഞ്ഞ് ജനിക്കുന്നത് ഒരു ശ്രീകൃഷ്ണ രൂപമുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെയാണ് അമ്മ സ്വപ്നം കണ്ടിരുന്നു എന്ന് പറയുന്നത്രേ. അതൊക്കെ പിൽക്കാലത്ത് ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് അമ്മയുടെ പ്രവർത്തികൾ. അമ്മ ഒരു കൃഷ്ണഭക്തയാണ്. ഞാൻ മുമ്പ് മാതാ അമൃതാനന്ദമയി അമ്മയുടെ അമ്മ അന്തരിച്ചത് ഞാനിങ്ങനെ ഒരു യൂട്യൂബ് ചെയ്തിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ എന്നെ വളരെ കമൻ്റ് ഇട്ടു. അതായത് ഇവർ തെറ്റിദ്ധരിച്ചെന്ന് വെച്ചാൽ മാതാ അമൃതാനന്ദമയി അമ്മ അന്തരിച്ചു തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് എനിക്ക് മോശമായി എഴുതുന്നത്. പക്ഷേ അവർ വായിച്ച ശേഷം കണ്ട ശേഷം എനിക്ക് ഒരുപാട് അപ്രീസിയേഷൻ. ഇന്നും എൻ്റെ യൂട്യൂബിൽ ഏറ്റവും പ്രേക്ഷകരുള്ളത് വ്യൂവേഴ്സ് ഉള്ളത് അതിനാണ്, അമ്മയെക്കുറിച്ചാണ്. അന്ന് അമ്മയെക്കുറിച്ച് കുറച്ച് കൂടുതൽ സ്റ്റഡി ചെയ്തിട്ട് അമ്മയുടെ ജനനവും വളർച്ചയും ഒക്കെ ഞാൻ പ്രതിപാദിച്ചത്. എങ്കിലും അത് കാണാത്തവർക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ പറയുകയാണെന്നുള്ളതേ ഉള്ളൂ. അമ്മ ശ്രീകൃഷ്ണ ഭക്തയാണ്. 2 വയസ്സിൽ തന്നെ അമ്മയ്ക്ക് എന്തൊക്കെയോ പ്രാർത്ഥന മനസ്സിൽ തോന്നുമായിരുന്നു. 4 വയസ്സിൽ തന്നെ അമ്മ കൃഷ്ണ സ്തുതിഗീതങ്ങൾ പാടി നടക്കുമായിരുന്നു. നല്ല കഠിന പ്രയത്നമായിരുന്നു. വീട്ടിൽ ജോലി ചെയ്യുമായിരുന്നു. പിന്നെ അമ്മയെ അടുത്ത സ്കൂളിലാണ്, പ്രൈമറി സ്കൂളിൽ, ഗവൺമെൻറ് സ്കൂളിൽ നടന്നു പോകാൻ ദൂരത്തിലാണ്. അങ്ങനെ പ്രാഥമിക വിദ്യാഭ്യാസം അവിടെ നടന്നു. പക്ഷേ അമ്മ ഭയങ്കര ബുദ്ധിമതിയായിരുന്നു. അമ്മയുടെ മൂത്ത സഹോദരങ്ങൾക്ക് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് മറന്നുപോയാൽ ഈ അമ്മ ചെറുപ്പത്തിൽ തന്നെ ഓർമ്മിപ്പിച്ച് പറയത്രേ, അത്ര ഓർമ്മശക്തിയാണ്. അങ്ങനെ സാധാരണയിൽ കവിഞ്ഞ ബുദ്ധിയും വൈഭവവും ത്യാഗവും ഒക്കെയുള്ള അമ്മ തൊട്ട് അയൽവക്കക്കാർക്ക് വീട്ടിലുണ്ടാകുന്ന ആഹാര സാധനങ്ങൾ കൊണ്ട് കൊടുക്കുമായിരുന്നു. പിന്നെ സദാസമയം കഴുത്തിൽ കൃഷ്ണദേവനുണ്ടായിരുന്നു. തനിയെ പോയിട്ട് ഏകാന്തമായിരുന്നു അമ്മ, പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെ ഞാൻ അന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. കാണാത്തവർക്ക് വേണ്ടി പറയുകയാണ്. വീണ്ടും അത് കാണാം. അമ്മയുടെ ആ സ്നേഹവായ്പകൾ എല്ലാം നമ്മൾ അറിയേണ്ടതാണ്. 1971 അമ്മയുടെ ജനനത്തെക്കുറിച്ചും മറ്റും ഞാൻ മുമ്പ് എഴുതിയിരുന്നു. അതിൽ പറഞ്ഞിരുന്നു. അത് കുറച്ച് വിപുലമായിട്ട് തന്നെയാണ് അതിൽ ഞാൻ പ്രതിപാദിച്ചിരുന്നത്. എങ്കിലും ഞാൻ പറയുകയാണ്, ഈ 1953 സെപ്റ്റംബർ 27 അമ്മയുടെ ജനനം. അതിനുശേഷമാണ് അമ്മയുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനോട് സ്കൂളിൽ അയച്ചതും ഞാനിപ്പോൾ പറഞ്ഞല്ലോ. എങ്കിലും ചെറുപ്രായത്തിൽ തന്നെ അമ്മയുടെ ഈ സ്നേഹവായ്പകൾ അയൽക്കാരെല്ലാം ആവോളം ആസ്വദിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അമ്മയ്ക്ക് ഇട്ടിരുന്ന പേര് അമൃതരത്നം എന്നർത്ഥം വരുന്ന സുധാമണി എന്നാണ് ആ പേരിട്ടിരുന്നത്. അത് തികച്ചും അന്വർത്ഥമായി ഇല്ലേ, സുധാമണി എന്നുള്ള പേര്. ചിലരൊക്കെ പറയും കടപ്പുറത്തെ സുധാമണി എന്നൊക്കെ. അതൊക്കെ പറയുന്നത് അവരുടെയൊക്കെ അറിവില്ലായ്മ കൊണ്ടും അപക്വമായ മനസ്സുകൊണ്ടും എന്നുള്ളതേ പറയുള്ളൂ. നമ്മുടെ നാട്ടിൽ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ അമ്മയുടെ ഉദാരമായ സംഭാവനകൾ നമ്മൾ മറക്കാവുന്നതല്ല. നമ്മളെല്ലാം വായിക്കണം. എന്തെങ്കിലും ഈ പറയുന്ന സുധാമണി കടലോരത്തെ സുധാമണി എന്നൊക്കെ പറഞ്ഞു നടക്കുന്നവർ ശരിക്കും മനസ്സിലാവാതെ പോകുന്നത് ഇങ്ങനെ എത്ര പേരുണ്ട്. നമ്മുടെ ഇപ്പോൾ ഉള്ള യൂസുഫ് അലി സാഹിബ്, ഈ അമ്മ, അങ്ങനെ എത്ര ആൾക്കാർ വളരെ വിരലുണ്ട്. നമ്മുടെ സോമരായ സാറൊക്കെ ചെയ്ത് നിങ്ങൾ ഒന്ന് കണ്ടു നോക്കണം. പത്തനാപുരത്ത് ഗാന്ധി ഭവൻ നമ്മൾ കണ്ടു. ഞാൻ നേരത്തെ പറഞ്ഞതാണ്. ഇതൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്കുണ്ടല്ലോ, നമ്മൾ ഒന്നുമല്ല മനുഷ്യനൊന്നുമല്ല, ക്ഷണികമാണ് നമ്മുടെ ജീവിതം. ഈ ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ നന്മകൾ ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സമീപനം, ഉപദേശം നമ്മൾ കാണുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ണു നിറഞ്ഞു പോകും. എന്തൊക്കെ വ്യക്തി പ്രഭാവങ്ങളാണ് ഉള്ളത്. കുറേ ആൾക്കാർ അത് വേണം ഇത് വേണമെന്ന് കിട്ടിയൊന്നും തികയുന്നില്ല എന്ന് പറഞ്ഞ് ഓടിച്ചാടി നടക്കുമ്പോൾ ഇതൊക്കെ നമ്മൾ കാണേണ്ട കാഴ്ചകളാണ്. പിന്നീട് അമ്മ ഇങ്ങനെ അമ്മയുടെ സംഭവങ്ങളെല്ലാം തുടർന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ജനങ്ങൾ അമ്മയെ കാണാൻ എത്തിക്കൊണ്ടിരുന്നു. അമ്മ ആശ്ലേഷിക്കുന്നു. അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞ ഹഗ്ഗിങ് സൈൻ്റ് എന്ന് പറഞ്ഞ പേരിൽ മാർക്ക് എന്ന് പറയുന്ന അദ്ദേഹം ഇംഗ്ലീഷുകാരൻ സാഹിബ് ഒന്ന് കാണാനിടയായതും അങ്ങനെയെല്ലാം അഭിവൃദ്ധി ഉണ്ടായതെന്നൊക്കെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അതൊക്കെ ഞാൻ വായിച്ചതാണ്, ഓർമ്മകളാണ്. പിന്നെ അത് 1981 ഈ ജനബാഹുല്യം കാരണം മാത്രമല്ല, ഇതിങ്ങനെ ഒരു രീതി വരുമ്പോഴത്തേക്ക് ഒരു സ്ഥാപനമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്ന് അമ്മയ്ക്ക് തോന്നി. 1981 മാതാ അമൃതാനന്ദ മിഷൻ എന്ന രീതിയിൽ രജിസ്റ്റർ ചെയ്തു. അത് ആവശ്യമായി തോന്നും. ഇപ്പോൾ ഒരു സംഭവത്തിൽ ഇത് നമ്മുടെ ഇടപ്പള്ളിയിലെ അമൃത ഹോസ്പിറ്റൽ വളരെ തുച്ഛമായ രീതിയിൽ എന്തെല്ലാം രീതിയിലാണ് അവിടുത്തെ ഫെസിലിറ്റീസ്. അവിടെ എൻ്റെ പല സുഹൃത്തുക്കളും പോയി പൂർണ്ണ ആരോഗ്യപരമായിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഭയങ്കര ചാർജൊന്നുമില്ല. അമ്മയുടെ സ്നേഹമസ്ത്രമായ പെരുമാറ്റങ്ങൾ അവിടുത്തെ എല്ലാ അന്തേവാസികൾക്കും ഉണ്ട്. അങ്ങനെ നമ്മൾ പറയാൻ തുടങ്ങിയാൽ
ഒട്ടനവധിയുണ്ട്. അമ്മയുടെ സൽപ്രവൃത്തികളെക്കുറിച്ച് പറയാൻ ഞാൻ ആളല്ല എന്ന് പറയാം. അത് കണ്ടു തന്നെ അറിയണം. അതുകൊണ്ടാണ് എൻ്റെ സുഹൃത്തുക്കൾ ഈയിടെ ചോദിച്ചിരുന്നത്, പണ്ടൊരിക്കൽ ഇങ്ങനെ അമൃതാനന്ദമയിയുടെ ഒരു പ്രോഗ്രാം ചെയ്യുന്നില്ല ചില ആൾക്കാർ ചോദിച്ചിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ വീണ്ടും ഒന്നുകൂടെ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ഇത് പത്തനാപുരത്ത് ഗാന്ധി ഭവനിൽ പോയി കണ്ടപ്പോൾ ഇനി വീണ്ടും ഒന്നുകൂടെ ചെയ്യണം തോന്നി. യൂസുഫ് അലി സാഹിബിൻ്റെ സംഭാവനകൾ വീണ്ടും എനിക്ക് പറയണം തോന്നി. അങ്ങനെ കോടീശ്വരനായിട്ടുള്ള മില്യണേഴ്സുള്ള ആൾക്കാർ, ഉദാരമതികൾ ഇനിയും ഇങ്ങനെയുള്ള സംരംഭങ്ങൾക്ക് വേണ്ടി ഉദാരമായി സംഭാവന ചെയ്യണം. പിന്നെ വേറെന്ന് പറയുന്നത് വെച്ചാൽ എല്ലാവർക്കും ഒന്നും ഇതുപോലെ ആവാൻ പറ്റില്ല. അമ്മ തന്നെ ചെറുപ്രായത്തിൽ ഇപ്പോൾ ധ്യാനിക്കുമ്പോഴത്തേക്ക് പലപ്പോഴും ആഹാരം കഴിക്കാതെ തുളസിയിലയിട്ട വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിച്ചിരുന്നു, ധ്യാനിച്ചിരുന്നു. അന്നൊക്കെ വീട്ടുകാർക്ക് എന്തോ ഈ കുട്ടിക്ക് എന്താ പറ്റിയെന്നൊക്കെ ചോദിക്കും അത്രേ. പക്ഷേ എന്നിലൊന്നും അമ്മ കുലുങ്ങിയില്ല. വീട്ടിലെ പണികളൊക്കെ ചെയ്യും, അമ്മയെ സഹായിക്കും. അതോടുകൂടി 4ാം ക്ലാസ്സിൽ പഠിത്തം നിർത്തേണ്ടി വന്നത്. എങ്കിലും എന്തെല്ലാം ലോകരാഷ്ട്രങ്ങളിൽ അമ്മ പോയി പ്രസംഗിക്കുന്നു, എന്തെല്ലാം ശ്രോതാക്കളാണ്, എന്തെല്ലാം അനുയായികളാണ്, എത്ര ഫോറിനേഴ്സാണ് അമ്മയെ കാണാൻ വരുന്നത്. ആ കൂട്ടത്തിൽ നമ്മുടെ ഇന്ത്യയിലുള്ള പ്രഗത്ഭരും പ്രശസ്തരും രാഷ്ട്രീയക്കാരും പിന്നെ മന്ത്രിമാരും മഹത് വ്യക്തികളൊക്കെ അമ്മയെ സന്ദർശിക്കുകയല്ലേ. അത് തന്നെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ. ഇനിയും ഒരവസരമുണ്ടെങ്കിൽ വീണ്ടും ഞാൻ നിങ്ങളുടെ മുമ്പിൽ അമ്മയുടെ അവദാനങ്ങളെക്കുറിച്ച്, അമ്മയുടെ പ്രവർത്തനത്തെക്കുറിച്ച്, അമ്മയുടെ കാരുണ്യവതിയായ അമ്മ, ഹഗ്ഗിങ് സൈൻറ്റ്, ആശ്ലേഷിക്കുന്ന മഹതി, ആശ്ലേഷിക്കുന്ന സന്യാസിനി എന്ന് ആ സായിപ്പ് പറഞ്ഞത്, ആ ആശ്ലേഷത്തിലെല്ലാം ഉണ്ടത്രേ. അമ്മ ആശ്ലേഷിക്കുമ്പോൾ എന്തോ ഒരു നിർവൃതി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. എന്തോ ഒരു കറണ്ട് നമ്മുടെ ദേഹത്ത് പ്രവഹിക്കില്ലേ. അവിടെ പോയിട്ട് വന്ന 1-2 സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു. പക്ഷേ എനിക്കിതുവരെ പോകാനുള്ള അവസരം ഉണ്ടായിട്ടില്ല. ഞാൻ താമസമിന അവിടെ പോവും. അതിനുശേഷം അമ്മയെ കണ്ട ശേഷം വീണ്ടും ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് എൻ്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരാം. ഇന്ന് ഇത്രയും മതി. ഈ അമ്മയ്ക്ക് വേണ്ടി എനിക്ക് വീണ്ടും വാദോരാതെ സംസാരിക്കണമെന്നുണ്ട്. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.